सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आप लोग थंबनेल देखा होगा। अच्छा दोस्तों, आज हम पत्र लेखन के बारे में पढ़ेंगे। सब एक एक पॉइंट को ध्यान से देखें और समझें और पत्र लेखन करने की कोशिश करें। हम शुरू करेंगे। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടു കാണും. ഇന്ന് നമ്മൾ ഹിന്ദിയിൽ കത്ത് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ഓരോ പോയിന്റും സസൂക്ഷ്മം നിരീക്ഷിക്കുക. ആവശ്യമെങ്കിൽ എഴുതി സൂക്ഷിക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കത്ത് എങ്ങനെ ഹിന്ദിയിൽ തയ്യാറാക്കാം എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറായല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. നോക്കൂ കൂട്ടുകാരെ, ഹിന്ദിയിൽ ലെറ്റർ പ്രധാനമായും രണ്ട് തരമുണ്ട്. വ്യക്തിഗത പത്ര और കാര്യാലയീന പത്ര. ആദ്യം നമുക്ക് വ്യക്തിഗത പത്ര എന്താണെന്ന് മനസ്സിലാക്കാം. व्यक्तिगत पत्र व्यक्तियों के बीच में होने वाले पत्र व्यवहार. വ്യക്തിയോं के बीच में होने वाले पत्र व्यवहार, അതായത് വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന കത്തിടപാടുകൾ. അതിനെയാണ് വ്യക്തിഗത ലെറ്റർ എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ ലെറ്റർ എന്ന് പറയും. പേഴ്സണൽ ലെറ്റർ മനസ്സിലായോ? അപ്പം വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന കത്തിടപാടുകളെയാണ് നമ്മൾ വ്യക്തിഗത ലെറ്റർ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ എന്ത് പറയും? വ്യക്തിഗത പത്ര. വ്യക്തിഗത പത്ര ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൂട്ടുകാരൻ രാജുവിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ അവന് ആശംസ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ലെറ്റർ എഴുതിയാലോ? അപ്പോൾ അത് ഏത് ലെറ്റർ ആയിരിക്കും? അതെ, അതൊരു വ്യക്തിഗത ലെറ്ററാണ്. ഇല്ലെങ്കിൽ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അകലെയുള്ള അമ്മയ്ക്കോ അച്ഛനോ നമ്മുടെ സുഖവിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതുന്നു. അതും ഏത് തരം ലെറ്ററാണ്? അതെ, വ്യക്തിഗത ലെറ്റർ അല്ലേ? വ്യക്തിഗത പത്ര. എന്നാൽ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നില്ല ഒരാഴ്ച. അവന് അസുഖമായിരുന്നു. അപ്പോൾ ആ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ക്ലാസ് ടീച്ചർക്ക് ഒരു ലെറ്റർ എഴുതുന്നു. അത് ഏത് ലെറ്റർ ആയിരിക്കും? ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ കാര്യാലയീന പത്രം എന്ന് പറയും. ഏതെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ലെറ്ററുകൾക്കാണ് നമ്മൾ കാര്യാലയീന പത്രം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ലെറ്ററുകൾക്കും ഫോർമാറ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. दो प्रकार के पत्र व्यवहार होते हैं, व्यक्तिगत पत्र और कार्यालयीन पत्र. व्यक्तिगत पत्र का मतलब है व्यक्तियों के बीच में होने वाला पत्र व्यवहार, लेकिन कार्यालयीन पत्र इससे बिल्कुल भिन्न है. कार्यालयों में होने वाली पत्र व्यवहार. उदाहरण आप ध्यान दिए होंगे. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് ലെറ്ററിൻ്റെ ഘടനയിലോട്ട് പോകാം. അതായത് ആദ്യം നമുക്ക് പേഴ്സണൽ ലെറ്റർ, അതായത് വ്യക്തിഗത പത്ര എങ്ങനെ തയ്യാറാക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിന് ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പരീക്ഷകൾക്ക് നമ്മൾ പഠിച്ച പാഠവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ലെറ്റർ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലെറ്ററിൻ്റെ ഘടനയാണ്. ഇതിനെ ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറയും.
ഹിന്ദിയിൽ കലേവർ എന്ന് പറയും. കലേവർ എന്ന് പറയും. കലേവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ഓഫ് ദ ലെറ്റർ, ലെറ്ററിൻ്റെ ബോഡി. അത് എങ്ങനെയായിരിക്കണം? ചില ഘടനകളൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ലെറ്റർ എഴുതാനുള്ളത്. അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറയാം. അതിനുശേഷം അതൊക്കെ എവിടെ എഴുതണം എന്നുള്ള കാര്യം മനസ്സിലാക്കി തരാം. ആദ്യം നമുക്ക് വ്യക്തിഗത പത്ര ഒന്ന് മനസ്സിലാക്കാം. ശരി കൂട്ടുകാരെ, അപ്പോൾ വ്യക്തിഗത പത്ര യാനി പേഴ്സണൽ ലെറ്റർ, വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന ലെറ്റർ. അതായത് ലെറ്റർ എഴുതാൻ വേണ്ടി സ്ഥാൻ, ആദ്യം വേണ്ട പോയിന്റാണ് സ്ഥാൻ. സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം. താരീഖ്, ഡേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്ഥാൻ, താരീഖ്. സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്. ഈ രണ്ട് പോയിന്റ് മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് എന്തൊക്കെ വേണം? സ്ഥാൻ ഓർ താരീഖ്. അത് കഴിഞ്ഞ് വേണ്ടത് സംബോധന. എന്താണ് സംബോധന? ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടുകാരൻ എന്നിരിക്കട്ടെ. കൂട്ടുകാരന് നമുക്ക് എന്താണ്? പ്രിയ മിത്ര, ഇല്ലെങ്കിൽ പ്രിയ രാജു, പ്രിയ സുമിത, അങ്ങനെയൊക്കെ നമ്മൾ എഴുതാതില്ലേ? അതിനെയാണ് സംബോധന എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ 3 പോയിന്റ് മനസ്സിലായി കാണും. ആദ്യം ഡേറ്റ് അല്ലേ, സ്ഥലം. ആദ്യം സ്ഥലം, പിന്നെ ഡേറ്റ്, പിന്നെ സംബോധന. ഇതൊക്കെ എവിടെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ ആദ്യം പോയിന്റുകൾ മാത്രം മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? സ്ഥലം, ഡേറ്റ്, സംബോധന. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് വിഷയമാണ്. അതായത് നമ്മുടെ ലെറ്ററിൽ ഒരു വിഷയം കാണും. പരീക്ഷയ്ക്കായിരുന്നാലും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു വിഷയം കാണും. നമ്മുടെ പാഠവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ആ ഒരു വിഷയമായിരിക്കും അവിടെ തരുന്നത്. ഇപ്പം ഞാൻ ഒരു ജനറൽ വിഷയം പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരാം. അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ കൂട്ടുകാരന് ആശംസ പറഞ്ഞുകൊണ്ട്, അതായത് ബദായി പറഞ്ഞുകൊണ്ട് ഒരു ലെറ്ററാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെ വിഷയം നമുക്ക് മനസ്സിലായി. ആശംസ പറഞ്ഞുകൊണ്ടുള്ള ലെറ്ററാണ്. അപ്പോൾ അതാണ് അതിലെ വിഷയം. അതിനുശേഷം നമ്മൾ എഴുതാനുള്ളത് സ്വനിർദ്ദേശ്. അപ്പോൾ എന്തൊക്കെയായി? ഒന്നും കൂടെ പറയാം. സ്ഥാൻ, താരീഖ്, സംബോധൻ, വിഷയ്, പിന്നെ എന്താണ്? സ്വനിർദ്ദേശ്. സ്വനിർദ്ദേശ് എന്ന ഉദാഹരണം आपका प्यारा दोस्त, आपका പ്രിയ മിത്ര, അങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് നാം ഹസ്താക്ഷർ, പിന്നെ പത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. സ്ഥാൻ, താരീഖ്, പിന്നെ എന്താണ്? സംബോധൻ, വിഷയ്, പിന്നെ സ്വനിർദ്ദേശ്, പിന്നെ എന്താണ്? നാം, ഹസ്താക്ഷർ, പത്ത. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു രൂപരേഖ കാണിച്ചു തരാം. ആ രൂപരേഖ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ രൂപരേഖ കണ്ടു കാണും. ഇതൊരു ലെറ്ററിൻ്റെ ഒരു രൂപരേഖയാണ്. നമൂന, ഹിന്ദിയിൽ പറഞ്ഞ നമൂന, പത്രിക, എക് നമൂന. നമൂന എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽ. അപ്പം സ്ഥാൻ, താരീഖ് നോക്കൂ, ശ്രദ്ധിക്കുക, അതിലോട്ട് ശ്രദ്ധിക്കൂ. സ്ഥാൻ, താരീഖ് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അതായത് പേപ്പറിൻ്റെ വലത് ഭാഗത്തായിട്ട്, മുകളിലായിട്ട് സ്ഥാൻ, താരീഖ്. വലത് ഭാഗത്ത് മുകളിലായി സ്ഥാൻ, താരീഖ് എഴുതുന്നു. ഇത് മോഡലാണ്, അതുകൊണ്ട് നമ്മൾ സ്ഥലത്തിൻ്റെ പേരൊന്നും എഴുതുന്നില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ സ്ഥാൻ, താരീഖ് എഴുതി. അതിനുശേഷം എന്താണ്? സംബോധൻ. ഞാൻ പറഞ്ഞു പ്രിയ മിത്ര, പൂജ്യ മാതാജി, പൂജ്യ പിതാജി, ബഡേ ഭയ്യ, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. അതാണ് വ്യക്തിഗത പത്രമാണ്. അപ്പോൾ അതിൻ്റെ സംബോധന ഇങ്ങനെയാണ്: പ്രിയ. അതെഴുതി. അത് കഴിഞ്ഞിട്ട് എന്താണ്? വിഷയ്. കണ്ടോ? ശ്രദ്ധിച്ചോ? വിഷയ്. ആ വിഷയം നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ക്വസ്റ്റ്യനിൽ എന്താണോ ആ വിഷയമാണ് നമ്മൾ അവിടെ എഴുതാനുള്ളത്. അതിൻ്റെ താഴെയായിട്ട് നോക്കി, അവിടെ കണ്ടോ? സ്വനിർദ്ദേശ്. ആപ്കാ പ്രിയ
എന്താണോ അത്. നോക്കൂ, സോ നിർദ്ദേശ് താഴെയായിട്ട്, ആ വിഷയത്തിന് താഴെയായിട്ട്, അതും വലതു ഭാഗത്ത് തന്നെയാണ്. സോ നിർദ്ദേശിൻ്റെ അവിടെ എന്താണ്? അബ്കാ പ്രിയ മിത്ര, അബ്കാ പ്യാര ഭായി, എന്നിട്ട് എന്ത് എഴുതുന്നു? നാം ഹസ്താക്ഷർ. നാം ഹസ്താക്ഷർ, നാം എന്ന് പറഞ്ഞ പേര്, ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ ഒപ്പ്. അതിനുശേഷം ഇടത് ഭാഗത്തായിട്ട് പത്ത. പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്, അതായത് ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിയുടെ അഡ്രസ് അവിടെ എഴുതുന്നു. അപ്പോൾ ഇതാണ് ഒരു വ്യക്തിഗത ലെറ്ററിൻ്റെ ഒരു മോഡൽ. ഇപ്പോൾ ഒന്നും കൂടി പറയാം. വലത് ഭാഗത്തായിട്ട് മുകളിലായിട്ട് നമ്മൾ സ്ഥാൻ താരിഖ് എഴുതുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സംബോധന എഴുതുന്നു. ശ്രദ്ധിക്കുക, അതും കൂടി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് സംബോധന എഴുതുന്നു. അതിനുശേഷം നമ്മൾ വിഷയം എഴുതുന്നു. വിഷയം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് എഴുതുന്നത് നമ്മൾ? സോ നിർദ്ദേശ്. അത് കഴിഞ്ഞിട്ട് നാം ഹസ്താക്ഷർ, പിന്നെ എന്താണ്? പത്ത. ഇത്രയാണ് ഒരു പേഴ്സണൽ ലെറ്ററിൻ്റെ ഒരു രൂപരേഖ, നമൂന. അപ്പോൾ നിങ്ങൾക്ക് നമൂന മനസ്സിലായി കാണും. ഇനി നമുക്ക് ആ ലെറ്റർ എങ്ങനെ എഴുതണമെന്ന് പരിചയപ്പെടാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ പോയിന്റുകൾ മനസ്സിൽ ഓർമ്മിക്കുക. എന്തൊക്കെയാണ് ലെറ്ററിന് വേണ്ടത്? സ്ഥാൻ, താരിഖ്, സംബോധൻ, വിഷയ്, പിന്നെ എന്താണ്? സ്വനിർദ്ദേശ്, നാം, ഹസ്താക്ഷർ, പിന്നെ പത്ത. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ലെറ്റർ എഴുതാൻ, ലെറ്ററിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നമുക്ക് വിഷയം അവിടെ എഴുതാനുള്ള മാറ്റേഴ്സ് നമുക്ക് നല്ലപോലെ എഴുതാൻ അറിഞ്ഞൂടെങ്കിലും ഈ പോയിന്റുകൾ നോക്കി നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. ഈ പോയിന്റുകളെല്ലാം ഉണ്ടെങ്കിൽ ആ ലെറ്ററിന് നമുക്ക് മാർക്ക് കിട്ടും. അപ്പം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി ഒരു എക്സാമ്പിളിലോട്ട് കടക്കാം. അപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു ആശംസയാണ്. ആർക്കാണ് ആശംസ അയക്കുന്നത്? നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരന് പരീക്ഷയ്ക്ക് എന്ത് കിട്ടി? അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും ഫുൾ A+ കിട്ടിയെന്നിരിക്കട്ടെ. അവൻ ആശംസ പറഞ്ഞുകൊണ്ട്, ബദായി പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്ററാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ലെറ്റർ വ്യക്തിഗത പത്ര അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ. തയ്യാറായ കൂട്ടുകാർ? ശരി, നമുക്ക് തുടങ്ങാം. അപ്പം കൂട്ടുകാരെല്ലാവരും ലെറ്ററിൻ്റെ മോഡൽ, അതായത് നമൂന മനസ്സിലാക്കി കാണും. ഇനി നമ്മൾ ഒരു ലെറ്റർ എഴുതുവാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയം ബദായി പത്ര, അതായത് ആശംസകൾ പറഞ്ഞുകൊണ്ട്. നമ്മുടെ കൂട്ടുകാരൻ രാജുവിന് വാർഷിക പരീക്ഷയ്ക്ക്, 10ലെ വാർഷിക പരീക്ഷയ്ക്ക് എല്ലാ സബ്ജക്റ്റിനും എല്ലാ വിഷയത്തിനും A+ കിട്ടി. അപ്പോൾ അവന് ആശംസ പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു ലെറ്ററാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റുകൾ ഓർമ്മ വേണം. സ്ഥാൻ, താരിഖ്, സംബോധന, വിഷയ്, പിന്നെ തന്നെ സ്വനിർദ്ദേശ്, നാം, ഹസ്താക്ഷർ, പത്ത. അതൊക്കെ ഏത് ഭാഗത്ത് എങ്ങനെ വെക്കണമെന്നും നമുക്കറിയാം. ഏറ്റവും മുകളിലായിട്ട്, പേപ്പറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വലതു ഭാഗത്ത് എന്ത് എഴുതണം? സ്ഥാൻ, താരിഖ്. പിന്നെ നമ്മൾ എന്ത് എഴുതുന്നു? സംബോധന, വിഷയം, നാം, ഹസ്താക്ഷർ, പത്ത. ഇനി അത് നമുക്ക് നോക്കാം. ബദായി പത്രമാണ്, ശ്രദ്ധിക്കുക. അപ്പം ഞാനൊരു മോഡൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നോക്കൂ, ഗാന്ധിനഗർ നയി ദില്ലി. ഗാന്ധിനഗർ നയി ദില്ലി. പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് നമ്മൾ എഴുതി ഗാന്ധിനഗർ നയി ദില്ലി. അപ്പോൾ ഒരു സ്ഥലമായല്ലോ. ഇനി നമുക്ക് ഡേറ്റ് നോക്കൂ. 5 ജാനുവരി 2024. 5 ജാനുവരി 2024, അതായത് 5/1/2024. മനസ്സിലായല്ലോ? അപ്പോൾ സ്ഥാനം താരീഖ് മനസ്സിലായി. ഗാന്ധിനഗർ നയി ദില്ലി, 5 ജാനുവരി 2024. ഇവിടെ നോക്കിയ സംബോധന പ്രിയ രാജു. കണ്ടോ? രാജുവിനാണ്. പ്രിയ രാജു. തും കൈസേ ഹോ. ആദ്യം നമ്മൾ എഴുതാനോ ലെറ്റർ. നിനക്ക് സുഖമാണോ നമ്മൾ ചോദിക്കാറില്ലേ കത്തെഴുതുമ്പോൾ? തും കൈസേ ഹോ.
मैं में हम कुशल हूँ. അപ്പോൾ ഈ 2 സെൻറ്റൻസും കൂട്ടുകാർക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലായിരുന്നാൽ ആ സന്ദർഭത്തിൽ നമുക്ക് എഴുതാം. നമ്മുടെ ലേഖകനാണ് ഒരു കത്ത് എഴുതുന്നതെങ്കിൽ ആ കൈസേ ഹോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. അതൊരു വ്യക്തിഗത ലെറ്ററാണ്. അപ്പോൾ അത് നമ്മുടെ പാഠവുമായിട്ട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു ലേഖകനോ ആർക്കെങ്കിലും ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതുന്നതിന് തെറ്റൊന്നുമില്ല, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ലെറ്ററിലോട്ട് പ്രിയ രാജു കണ്ടോ, അതാണ് നമ്മുടെ സംബോധന. അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് താഴെയായിട്ട് തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, നീ സുഖമാണോ, ക്വസ്റ്റ്യൻ മാർക്ക്. തും കൈസേ ഹോ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഓക്കെ, തും കൈസേ ഹോ അത് എഴുതി നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതിനുശേഷം പറയുകയാണ് മെയ് മെഹാം കുശൽ ഹും, എനിക്കിവിടെ സുഖമാണ്. മെയ് മെഹാം കുശൽ ഹും, എനിക്കിവിടെ സുഖമാണ്. ഇത് രണ്ടും മനസ്സിലായി കാണുമല്ലോ. അപ്പം തും കൈസേ ഹോ എന്ന് ചോദിക്കുന്നു, അപ്പോൾ മെയ് മെഹാം കുശൽ ഹും. ഇത് രണ്ടും എഴുതാൻ അധികം ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളല്ലേ. അടുത്ത് നോക്കൂ, അടുത്താണ് നമ്മൾ വിഷയത്തിലോട്ട് പോകുന്നത്. മുജെ എനിക്ക് മുജെ ഖബർ മിലാ ഹൈ കി എനിക്കൊരു കാര്യം കേട്ടു, ഞാനൊരു കാര്യം കേട്ടു അല്ലെങ്കിൽ ഒരു വാർത്ത കേട്ടു. മുജെ ഖബർ മിലാ ഹൈ കി എനിക്കൊരു വാർത്ത കിട്ടി അല്ലെങ്കിൽ വാർത്ത കേട്ടു. കി പിച്ചലി കഴിഞ്ഞുപോയ, പിച്ചലി 10वीं വാർഷിക പരീക്ഷാ മേം, പിച്ചലി 10वीं വാർഷിക പരീക്ഷാ മേം കഴിഞ്ഞുപോയ 10ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് തുമേം നിനക്ക് ഹർ വിഷയം എല്ലാ വിഷയത്തിനും A+ മിലാ ഹേ, A+ കിട്ടിയെന്ന്. അപ്പോൾ സിമ്പിൾ അല്ലേ കൂട്ടുകാരെ. നോക്കൂ, മുജെ ഖബർ മിലാ ഹേ കി എനിക്ക് വിവരം കിട്ടി അല്ലെങ്കിൽ എനിക്ക് വാർത്ത കിട്ടി എന്തെന്നാൽ പിച്ചലി കഴിഞ്ഞുപോയ 10वीं വാർഷിക പരീക്ഷാമേം കഴിഞ്ഞുപോയ 10ലെ വാർഷിക പരീക്ഷയ്ക്ക് തുമേം നിനക്ക് ഹർ വിഷയം എല്ലാ വിഷയത്തിലും A+ മിലാ ഹേ, എല്ലാ വിഷയത്തിലും A+ കിട്ടി എന്ന വാർത്ത എന്ന വിവരം എനിക്ക് കിട്ടി. മനസ്സിലായല്ലോ. അപ്പം ഇസ്കേലിയെ അതിനു വേണ്ടി, ഇസ്കേലിയെ മേം തുമേം ബദായി ദേതാഹും, അപ്പം അതിനു വേണ്ടി ഞാൻ നിനക്ക് ആശംസ നൽകുകയാണ്. ഇസ്കേലിയെ മേം തുമേം ബദായിയാം ദേതാഹും, ഇസ്കേലിയെ മേം തുമേം ബദായിയാം ദേതാഹും, അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് നൽകുകയാണ്, നിനക്ക് ആശംസ നൽകുകയാണ്. മനസ്സിലായോ? ഇസ്കേലിയെ മേം തുമേം ബദായി ദേതാഹും. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ചെറിയൊരു പാരഗ്രാഫ് പോലെ, അതായത് ഒരു സെൻറ്റൻസും കൂടെ എഴുതി വെക്കണം. അതിൻ്റെ താഴെയായിട്ട് മാ ബാപ്പുക്കോ മേരാ പ്രണാം, അമ്മയ്ക്കും ഇല്ലെങ്കിൽ അമ്മയെയും അച്ഛനെയും അന്വേഷിച്ചതായിട്ട് പറയണം. അതിനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. മാ ബാപ്പുക്കോ മേരാ പ്രണാം ഇത്ര എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് എന്താണ്, തുമാര പ്രിയ മിത്ര വിപിൻ. അപ്പം നമ്മൾ എന്താണ് സ്വനിർദ്ദേശം എഴുതുകയാണ്. തുമാര പ്രിയ മിത്ര, അറിയാമല്ലോ, വലതുഭാഗത്ത് താഴെയായിട്ട് നമ്മളെല്ലാം എഴുതി കഴിഞ്ഞിട്ട് വിഷയം എല്ലാം എഴുതി കഴിഞ്ഞിട്ട് താഴെയായിട്ട് തുമാര പ്രിയ മിത്ര വിപിൻ ഹസ്താക്ഷര, ഒപ്പ്. മനസ്സിലായില്ലേ? ഒപ്പിടുന്നു. പിന്നെ അതായത് ഈ ഭാഗത്തായിട്ട് ഇടത് ഭാഗത്തായിട്ട് നമ്മൾ അഡ്രസ്സ് എഴുതുകയാണെങ്കിൽ ലെറ്റർ എത്തണ്ടേ, എഴുതുകയാണ്. ഗാന്ധിനഗർ, 2nd ഗലി, നോയിഡ, നയി ദില്ലി. മനസ്സിലായല്ലോ? ഗാന്ധിനഗർ 2nd ഗലി, 2nd സ്ട്രീറ്റ്, നോയിഡ സ്ഥലം ഡൽഹിയിലുള്ള നോയിഡ, നയി ദില്ലി. അപ്പോൾ ഇതാണ് ലെറ്ററിൻ്റെ മോഡൽ. ഇത് ഏത് തരം ലെറ്ററാണ്? പേഴ്സണൽ ലെറ്ററാണ്. പേഴ്സണൽ ലെറ്ററിൽ നമ്മൾ ഏത് ലെറ്ററാണ് തയ്യാറാക്കിയത്? ബദായി പത്ര. ഒന്നും കൂടെ പറയാം, സ്ഥാനം എഴുതി താരിഖ് എഴുതി. ഞാൻ ഒന്നും കൂടെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഗാന്ധിനഗർ, നയി ദില്ലി, 5 ജാനുവരി 2024. ഗാന്ധിനഗർ, നയി ദില്ലി,
5/1/2024. പ്രിയരാജു തും കൈസേ ഹോ? നിനക്ക് സുഖമാണോ? മെഹാം കുശൽ ഹോ. ഞാനിവിടെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു, സുഖമാണ് എന്ന് പറയുകയാണ്. മുझे ഖബർ മിലാ ഹൈ കി, എനിക്ക് വാർത്ത കിട്ടി എന്തെന്നാൽ പിछली 10वीं വാർഷിക പരീക്ഷ മേ, കഴിഞ്ഞുപോയ 10ലെ വാർഷിക പരീക്ഷയ്ക്ക് തുമേം ഹർ വിഷയമേം A+ മിലാ ഹൈ, നിനക്ക് കഴിഞ്ഞുപോയ 10ലെ വാർഷിക പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടിയെന്ന്. ഇസ്കേ ലിയേ മേം തുമേം ബദായിയാം ദേത്താ ഹൂം, അതിനുവേണ്ടി ഞാൻ നിനക്ക് എന്ത് നൽകുന്നു? ആശംസകൾ നൽകുന്നു. അപ്പം വിഷയം എഴുതി സിമ്പിളായിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്, കൂടുതലൊന്നും ചേർത്തില്ല. കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കണക്കിനാണ് ഈ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് മോഡൽ. മാ ബാപ്പുക്കോ മേരാ പ്രണാം. അടുത്ത് ചെറിയൊരു പാരഗ്രാഫിൻ്റെ താഴെ കാണിക്കണം. മാ ബാപ്പുക്കോ മേരാ പ്രണാം, അമ്മയ്ക്കും അച്ഛനെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം എൻ്റെ പ്രണാം. പിന്നെന്താണ് പ്രണാം. അത് കഴിഞ്ഞ് തുമാരാ പ്രിയ മിത്ര, അത് സ്വനിർദ്ദേശാണ്. വിപിൻ ഹസ്താക്ഷർ, പേരെഴുതി ഒപ്പുവെക്കും. അതിനുശേഷം നമ്മൾ ഇടതു ഭാഗത്തായിട്ട് അഡ്രസ് ഗാന്ധിനഗർ, 2nd ഗലി, നോയിഡ, നൈ ദില്ലി. അപ്പം കൂട്ടുകാരെ, ഇതാണ് ഒരു പേഴ്സണൽ ലെറ്ററിൻ്റെ മോഡൽ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും പേഴ്സണൽ ലെറ്ററിൻ്റെ. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് മനസ്സിലായി കാണും. വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വീഡിയോ വീണ്ടും കണ്ടാൽ മതി. ഓക്കെ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ വ്യക്തിഗത ലെറ്റർ തയ്യാറാക്കുന്ന മോഡലും ഒരു എക്സാമ്പിളും ഉദാഹരണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇൻഫോർമൽ ലെറ്ററാണ്. കാര്യാലയീന പത്ര, അതായത് ഓഫീസുകളിൽ നമ്മൾ നടത്തുന്ന കത്തിടപാടുകൾ. അങ്ങനത്തെ ഒരു ലെറ്റർ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് അതിൻ്റെ മോഡൽ രൂപരേഖ മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫ്രം ടു വേണം. മനസ്സിലായില്ല? ഫ്രം ടു. പിന്നെ സംബോധന, അതായത് ഫ്രമിന് നമ്മൾ ഹിന്ദിയിൽ പ്രേഷക് എന്ന് പറയാം. എന്താണ് പ്രേഷക്. ടുവിന് സേവാമേം. എന്ത് പറയും? സേവാമേം. ഫ്രം പ്രേഷക് ടു എന്താണ്? സേവാമേം. പിന്നെ സംബോധൻ ഇവിടെയുമുണ്ട്, സംബോധൻ. പിന്നെ വിഷയം. അതിനുശേഷം എന്താണ്? സ്വനിർദ്ദേശ്, നാം, ഹസ്താക്ഷർ. സ്വനിർദ്ദേശം വേണം. പിന്നെ എന്ത് വേണം? പേരും ഒപ്പും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡൽ ഒന്ന് ശ്രദ്ധിക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ മോഡൽ. പ്രേഷക്, സേവാമേം, സംബോധൻ, വിഷയ്, പിന്നെ എന്താണ്? സ്വനിർദ്ദേശ്, പേര്, ഒപ്പ്. മനസ്സിലായോ? ഇതാണ് മോഡൽ. അപ്പം ഫ്രം വേണം, ടു വേണം, പിന്നെ എന്താണ്? സംബോധന വേണം, പിന്നെ വിഷയം വേണം, സ്വനിർദ്ദേശ് വേണം, പേര്, ഒപ്പ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ മോഡൽ. അപ്പം കൂട്ടുകാരെ, നമ്മൾ ഇനി തയ്യാറാക്കുന്നത് ഏത് ലെറ്ററാണെന്ന് നിങ്ങൾക്കറിയാം. കാര്യാലയീന ലെറ്ററാണ്, ഇൻഫോർമൽ ലെറ്ററാണ്. അതിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന വിഷയം ഇതാണ്. कक्षा अध्यापक के नाम पर छुट्टी पत्र ഒരു ലീവ് ലെറ്റർ ആണ്. ക്ലാസ് ടീച്ചറിന് വേണ്ടി ലീവ് ലെറ്റർ തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇൻഫോർമൽ ലെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് രൂപരേഖ ഓർമ്മ വേണം. അതായത് ഇടത് ഭാഗത്തായിട്ട്, അതായത് പേപ്പറിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമ്മൾ എന്തൊക്കെ വെക്കുന്നു? ഫ്രം ടു, പിന്നെ എന്താണ്? സംബോധന, വിഷയം, പിന്നെ എന്താണ്? പേര്, ഒപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പം മോഡലാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കത്ത് ശ്രദ്ധിക്കാം. നോക്കുക എല്ലാവരും. പ്രേഷക് എന്ന് പറഞ്ഞാൽ ഫ്രം. പ്രേഷക്. അമൽ,
കുട്ടിയുടെ പേരെന്താണ്? അമൽ. അമലാണ് അവൻ്റെ ക്ലാസ് ടീച്ചറിന് തയ്യാറാക്കുന്ന ഒരു ലീവ് ലെറ്ററാണ് ചുട്ടി പത്ര. ചുട്ടി പത്ര എന്ന് പറഞ്ഞാൽ ലീവ് ലെറ്റർ. പ്രേഷക് അമൽ 10वीं ए, अमल 10वीं ए 10A. सरकारी HSS त्रिवेंद्रम, സർക്കാരി HSS ട്രിവാൻഡ്രം. മനസ്സിലായോ? അപ്പം പ്രേക്ഷകിൽ ഒരു അഡ്രസ്സ് നമ്മൾ വെച്ചു. ഇപ്പം ചുട്ടി പത്രമാണ്, മോഡലാണിത്, ഓർമ്മ വേണം. പ്രേക്ഷക് അമൽ 10वीं ए സർക്കാരി HSS ട്രിവാൻഡ്രം. സേവാമേം. സേവാമേം എന്ന് പറഞ്ഞാൽ ടു. ആർക്കാണോ അയക്കുന്നത് ആ ആള് ടു. എഴുതുന്ന ആള് എന്താണ്? ഫ്രം ആണ്. അതിന് ഹിന്ദിയിലെ പ്രേക്ഷക് എന്ന് പറയും. അയക്കുന്ന ആളിന് സേവാമേം. ഇത് മറക്കരുത്. അപ്പം പ്രേക്ഷക് നമ്മൾ എഴുതി അമൽ 10वीं ए സർക്കാരി HSS ട്രിവാൻഡ്രം. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അടുത്ത് സേവാമേം. സേവാമേം അപ്പം ഏത് ക്ലാസ് ടീച്ചറിനായിരിക്കും അയക്കുന്നത്? 10A ക്ലാസ് ടീച്ചറിനാണ്. അപ്പം സേവാമേം എന്ന് എഴുതി. കക്ഷാധ്യാപക്. കക്ഷാധ്യാപക് എന്ന് പറഞ്ഞാൽ ക്ലാസ് ടീച്ചർ. കക്ഷാധ്യാപക് സർക്കാരി HSS ട്രിവാൻഡ്രം. അപ്പം കക്ഷാധ്യാപക് സർക്കാരി HSS ട്രിവാൻഡ്രം. ഇത്രയും എഴുതി. മനസ്സിലായല്ലോ. അപ്പം പ്രേക്ഷക് എഴുതി, സേവാമേം എഴുതി. അതിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. അടുത്ത് നമ്മൾ എഴുതുന്നത് എന്തായിരിക്കും? സംബോധന. ഇവിടെ ശ്രദ്ധിക്കും, അധ്യാപികയ്ക്കാണ് അല്ലെങ്കിൽ അധ്യാപകനാണ്, ക്ലാസ് ടീച്ചറിനാണ് എഴുതുന്നത്. അപ്പം നമുക്ക് പ്രിയ എന്നൊന്നും എഴുതാൻ പറ്റൂല. അപ്പം അതിന് വേണ്ടിയുള്ള വാക്കാണ് ആദരണീയ കക്ഷാധ്യാപക്. ആദരണീയ, റെസ്പെക്റ്റഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല. ആദരണീയ കക്ഷാധ്യാപക്, ബഹുമാനപ്പെട്ട ക്ലാസ് ടീച്ചർ. അതാണ്. മനസ്സിലായല്ലോ. ആദരണീയ കക്ഷാധ്യാപക് നമസ്തേ. ഉണ്ടോ? അതിൻ്റെ താഴെയായിട്ട് എഴുതി, അതിൻ്റെ താഴെയായിട്ട് നമസ്തേ. ആദരണീയ കക്ഷാധ്യാപക് നമസ്തേ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ആദരണീയ കക്ഷാധ്യാപക് നമസ്തേ. അടുത്ത് നോക്കൂ. പിച്ചലെ 3 ദിനോം സേ. പിച്ചലെ 3 ദിനോം സേ. പിച്ചലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ 3 ദിവസമായിട്ട്. പിച്ചലെ 3 ദിനോം സേ बुखार के कारण. बुखार എന്ന് പറഞ്ഞാൽ പനി. बुखार के कारण मुझे कक्षा में आन सका. मुझे कक्षा में आन सका എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു ലെറ്ററാണ്. ശ്രദ്ധിക്കണം, സിമ്പിൾ വാക്കുകളാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്നും കൂടെ വായിക്കാം. പിച്ചലെ 3 ദിനോം സേ. പിച്ചലെ 3 ദിനോം സേ बुखार के कारण मुझे कक्षा में आन सका. അപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ട് പനിയായത് കാരണം എനിക്ക് ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല. ഇസ് ദിൻ കി ഹാസിരി ദേനെ കി കൃപ കരേ. കണ്ടോ? അടുത്ത സെന്റൻസ് ഇതാണ്. ഇസ് ദിൻ കി. ഇസ് ദിൻ കി ഈ ദിവസങ്ങളിൽ. ഹാസിരി, ഹാസിരി ഹാജർ, ദേനെ കി കൃപ കരേ. അപ്പം ഹാസിർ അതായത് പ്രസന്റ് നൽകാൻ എന്താണ്? കൃപാക്കരെ. കൃപാക്കരെ എന്ന് പറഞ്ഞാൽ എന്താണ്? കനിവുണ്ടാകണം എന്ന് പറയുകയാണ്. ഹിസ് ദിൻ കി ഹാസിരി ദേനേക്ക് കൃപാക്കരെ. അപ്പോൾ ഈ ദിവസത്തിൽ ഹാസിർ എനിക്ക് നൽകണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മൾ പറയില്ല, താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപാക്കരെ, അതാണ് കൃപാക്കരെ. ആപ്ക ആജ്ഞാകാരി ശിഷ്യ. താങ്കളുടെ ആജ്ഞാനവർത്തിയായ ശിഷ്യൻ അമൽ 10वीं A, അതായത് 10ാം ക്ലാസ് A ഒപ്പ്. ഇത്രയാണ്. അപ്പം മനസ്സിലായിക്കാണ് നിങ്ങൾക്ക് മോഡൽ. ഒന്നുകൂടി പറയാം. പ്രേഷക് അമൽ 10वीं A സർക്കാരി HSS ട്രിവാൻഡ്രം. സേവാമേം कक्षाध्यापक सरकारी HSS ट्रिवांड्रम. आदरणीय कक्षा अध्यापक नमस्ते. पिछले 3 दिनों से बुखार के कारण मुझे कक्षा में आ न सका. इस दिन की हाजिरी देने की कृपा करें. आपका आज्ञाकारी शिष्य अमल 10वीं A हस्ताक्षर. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് കാര്യാലയീന പത്ര. അപ്പോൾ കാര്യാലയീന പത്ര ഇത് മാത്രമല്ല, നമ്മൾ ഇനി ഏതെങ്കിലും ഓഫീസിലൊക്കെ ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇതേ രീതിയിലാണ് ലെറ്റർ തയ്യാറാക്കുന്നത്. അപ്പം
പ്രേക്ഷക വേണം, ഫ്രം വേണം, ടു വേണം, പിന്നെ സംബോധന, പിന്നെ വിഷയം, അതിനുശേഷം എന്താണ് നാം, ഹസ്താക്ഷരം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ജോലിക്കായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ബയോഡേറ്റയും കൂടി നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. ലെറ്ററിൻ്റെ മോഡൽ മനസ്സിലായി കാണും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 ലെറ്ററാണ്. പേഴ്സണൽ ലെറ്ററും പഠിച്ചു, അതുപോലെ തന്നെ ഇൻഫോർമൽ ലെറ്ററും പഠിച്ചു. വ്യക്തിഗത പത്ര और क्या है और कार्यालयीन പത്ര. അപ്പം കൂട്ടുകാർക്ക് ലെറ്ററിൻ്റെ മോഡൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ലെറ്ററിൻ്റെ മോഡൽ മനസ്സിലാവൂ. അപ്പോൾ എല്ലാവരും ലെറ്ററിൻ്റെ മോഡൽ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് കത്ത് പ്രയാസമുള്ള മേഖലയാണെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ലെറ്റർ തയ്യാറാക്കുന്ന രീതിയെ പറ്റിയാണ് ഞാനിവിടെ വിവരിച്ചത്. എല്ലാ കൂട്ടുകാർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങൾ എൻ്റെ ചാനലിലെ ഓരോ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമായ പല വീഡിയോസും ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി.